ചുട്ടുപൊള്ളുന്ന താപനിലയിലും അധികം വിയർക്കാനില്ലെന്ന സൂചന നൽകിക്കൊണ്ട് മഹാരാഷ്ട്രയിൽ രാവിലെ തന്നെ പ്രമുഖർ വോട്ട് ചെയ്യാനെത്തിയിരുന്നു. മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ രാവിലെ 11:15 താനെയിലായിരുന്നു വോട്ട് ചെയ്ത് മടങ്ങിയത്. ഉപമുഖ്യമന്ത്രിയും നാഗ്പൂർ സൗത്ത് വെസ്റ്റ് സ്ഥാനാർത്ഥിയുമായ ദേവേന്ദ്ര ഫട്നാവിസ് കുടുംബത്തോടൊപ്പം വോട്ട് ചെയ്ത് മടങ്ങിയപ്പോൾ പഴയ ആത്മവിശ്വാസം മുഖത്ത് പ്രകടമാകാത്തത് എന്തിന്റെ സൂചനയാണെന്ന് ചോദ്യവും ഉയരുന്നുണ്ട്. കുടുംബകലഹങ്ങളും ജാതി സമവാക്യങ്ങളും ആശയപരമായ ആശയക്കുഴപ്പങ്ങളും പ്രധാന വിഷയങ്ങളായ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ ആശയങ്ങളെക്കാൾ സ്ഥാനാർത്ഥികളെയും പ്രാദേശിക പ്രശ്നങ്ങളെയും ചുറ്റിപ്പറ്റിയായിരിക്കും വിധി പറയുകയെന്ന് ഉറപ്പായി കഴിഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം മഹാരാഷ്ട്രയുടെ രാഷ്ട്രീയ ഭാവി നിർണ്ണയിക്കുക മാത്രമല്ല, ദേശീയ രാഷ്ട്രീയത്തിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. മഹാരാഷ്ട്രയുടെ രാഷ്ട്രീയം ഇപ്പോഴുള്ള രാഷ്ട്രീയ സഖ്യങ്ങളിൽ തന്നെ തുടരുമോ, അതോ വീണ്ടും പിളർപ്പുകളിലേക്ക് പോകുമോ എന്നാണ് ചോദ്യം. എന്തായാലും സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ ഭാവി ഒരു വഴിത്തിരിവിൽ വന്നു നിൽക്കുകയാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ നിർണായകമാകുന്ന തെരഞ്ഞെടുപ്പിനാണ് മഹാരാഷ്ട്ര സാക്ഷ്യം വഹിക്കുന്നത്. 288 അംഗ നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് BJP നേതൃത്വത്തിലുള്ള മഹായുതി സഖ്യവും കോൺഗ്രസ് നേതൃത്വത്തിലുള്ള മഹാവികാസ് അഘാഡിയും കടുത്ത പോരാട്ടത്തിനാണ് പ്രചാരണവേളയിൽ സാക്ഷ്യം വഹിച്ചത്. പ്രത്യയശാസ്ത്രപരമായ ഏറ്റുമുട്ടലുകളും ജാതിപരമായ കണക്കുകൂട്ടലുകളും വികാരഭരിതമായ വാചാടോപങ്ങളും എല്ലാം നിറഞ്ഞതായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണം. പ്രാദേശിക പ്രശ്നങ്ങൾക്കൊപ്പം ദേശീയ രാഷ്ട്രീയവും പ്രധാന വിഷയങ്ങളായിരുന്നു. ഇരു സഖ്യങ്ങളുടെ നിലനിൽപ്പിന്റെ കൂടി പ്രശ്നമാണ് ഈ തെരഞ്ഞെടുപ്പ്. മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയുടെ ശിവസേനയും BJPയും അജിത് പവാറിന്റെ നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടിയും ഉൾപ്പെടുന്ന ഭരണകക്ഷിയായ മഹായുതി വികസന വാഗ്ദാനങ്ങളും ഇരട്ട എഞ്ചിൻ സർക്കാർ എന്ന ഉറപ്പും നൽകി അധികാരം നിലനിർത്താനാണ് ശ്രമിക്കുന്നത്. ഇതിന് വിപരീതമായി കോൺഗ്രസും ഉദ്ധവ് താക്കറെയുടെ ശിവസേനയും NCPയിലെ ശരത് പവാർ വിഭാഗവും ഉൾപ്പെടുന്ന MVA BJPയുടെ ജനാധിപത്യ സ്ഥാപനങ്ങളെ തകർക്കുന്ന സ്വേച്ഛാധിപത്യ ഭരണം അവസാനിപ്പിച്ച് മാറ്റം കൊണ്ടുവരുമെന്ന ഉറപ്പാണ് ജനങ്ങൾക്ക് നൽകുന്നത്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് സംസ്ഥാനത്തെ രാഷ്ട്രീയ സംഘം ചേരലുകളുടെ പുതിയൊരു അധ്യായമായാണ് തുറന്നിരിക്കുന്നത്. 2019 മഹാരാഷ്ട്രയുടെ രാഷ്ട്രീയ രംഗത്തുണ്ടായിരിക്കുന്നത് BJP ശിവസേന സഖ്യവും കോൺഗ്രസ് NCP സഖ്യവുമായിരുന്നു. എന്നാൽ പിന്നീട് കണ്ടത് പ്രത്യയശാസ്ത്ര എതിരാളികൾ തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടുകളാണ്. ശിവസേന BJPയുമായി പിരിഞ്ഞ് കോൺഗ്രസും NCPയുമായി ചേർന്ന് സർക്കാർ രൂപീകരിച്ചു. 2022 ശിവസേന രണ്ടായി പിരിഞ്ഞു. BJPയുടെയും അജിത് പവാറിന്റെ NCPയുടെയും പിന്തുണയോടെ ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള ശിവസേന സർക്കാർ രൂപീകരിക്കുന്നതിലേക്ക് കാര്യങ്ങളെത്തി. പാർട്ടികളും കക്ഷികളും തമ്മിലുള്ള അസ്ഥിരമായ ബന്ധം തന്നെയാണ് തീർത്തും പ്രവചനാതീതമായ തെരഞ്ഞെടുപ്പിലേക്ക് മഹാരാഷ്ട്രയെ എത്തിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ രണ്ട് പ്രധാന സഖ്യങ്ങൾക്കുള്ളിലെ കളംമറിയലുകളാണ് പരമ്പരാഗത രാഷ്ട്രീയ കണക്കുകൂട്ടലുകളെ സങ്കീർണമാക്കുന്നത്. ഉദാഹരണത്തിന്, കോൺഗ്രസും NCPയും തങ്ങളുടെ രാഷ്ട്രീയ നിലനിൽപ്പിനായി പോരാടുമ്പോൾ തങ്ങളുടെ എതിരാളികളായി മാറിയവരിൽ നിന്ന് രണ്ട് ഭാഗങ്ങളെ അടർത്തിയെടുത്താണ് BJP കളിക്കുന്നത്. പാർട്ടികൾ ഇപ്പോൾ തങ്ങളുടെ രാഷ്ട്രീയമോ പ്രത്യയശാസ്ത്രമോ കൊണ്ട് മാത്രമല്ല വോട്ടർമാരെ സമീപിക്കുന്നത്. ജനങ്ങളിൽ കൂടുതൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന വ്യക്തിഗത സ്ഥാനാർത്ഥികളിലും പാർട്ടികൾ പ്രതീക്ഷകൾ അർപ്പിച്ചിരിക്കുകയാണ്. ആദ്യഘട്ടങ്ങളിൽ സർക്കാർ നടത്തിയ വികസനത്തെ ചുറ്റിപ്പറ്റിയായിരുന്നു ഭരണകക്ഷിയുടെ പ്രചാരണം. BJPയും MVAയും തങ്ങളുടെ നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടാനായിരുന്നു ശ്രമിച്ചത്. മഹാരാഷ്ട്രയുടെ വികസന അജണ്ടയുടെ ചാമ്പ്യന്മാരായി സ്വയം അവരോധിക്കാനാണ് മഹായുതി സഖ്യം ശ്രമിച്ചത്. മാത്രമല്ല, ക്ഷേമ പദ്ധതികൾ, അടിസ്ഥാന സൗകര്യ പദ്ധതികൾ, സാമ്പത്തിക സുസ്ഥിരത, ഗ്രാമവികസനത്തിൽ നൽകിയ പ്രത്യേക ശ്രദ്ധ എന്നിവയൊക്കെ ഭരണസഖ്യത്തിന്റെ അവകാശവാദങ്ങളായിരുന്നു. എന്നാൽ വികസന പ്രചാരണങ്ങളിൽ നിന്ന് BJP സഖ്യം പെട്ടെന്ന് തന്നെ റൂട്ട് മാറ്റി. വിഭാഗീയതയുടെ രാഷ്ട്രീയം പറയാൻ തുടങ്ങി. വോട്ട് ജിഹാദ്, ഏക് ഹേ തോ സേഫ് ഹേ, ധർമ്മയുദ്ധ തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ പ്രചാരണങ്ങളിൽ ആധിപത്യം സ്ഥാപിക്കാൻ തുടങ്ങി. ഈ ധ്രുവീകരണ മുദ്രാവാക്യങ്ങൾ തൊഴിലില്ലായ്മ, കാർഷിക ദുരിതം, പണപ്പെരുപ്പം, വർദ്ധിച്ചുവരുന്ന ജീവിത ചെലവ് തുടങ്ങി സംസ്ഥാനത്തെ ഗ്രാമീണ വോട്ടർമാരെ സാരമായി ബാധിക്കുന്ന കാതലായ വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ മാറ്റാനുള്ള വഴിയായിരുന്നു. മറുവശത്ത് BJPയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിനെതിരായ വിമർശനങ്ങളാണ് പ്രതിപക്ഷമായ MVA ഉയർത്തിയത്. BJPയും സഖ്യകക്ഷികളും വിഭജന രാഷ്ട്രീയം കളിക്കുകയാണെന്നും അവർ ജനാധിപത്യ മൂല്യങ്ങളെ തുരങ്കം വയ്ക്കുകയാണെന്നും ആരോപിച്ചു. പ്രതിപക്ഷ സഖ്യത്തിലെ പ്രധാനിയായ ശരത് പവാർ പ്രാദേശിക രാഷ്ട്രീയം പറയുന്നതിനൊപ്പം BJPയുടെ സ്വേച്ഛാധിപത്യ പ്രവണതകളുടെ പ്രചാരകരായി മാറിയ ഒരു സർക്കാരിനെ മാറ്റി പുതിയൊരു ഭരണ സംവിധാനം നിലവിൽ വരേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചാണ് ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നത്.